ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം നിങ്ങളും ശ്രദ്ധിക്കണം. ദൂതൻ അവരോട്, ഭയപ്പെടണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. 11-ാമത്തെ വാക്യം, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. അവൻ്റെ പിറവി എല്ലാ ജനത്തിനും, ലോകം മുഴുവനുമുള്ള ജനത്തിന് ഗ്രേറ്റ് ജോയ് അഥവാ വലിയ സന്തോഷം സമ്മാനിക്കുന്നതായിരുന്നു. എന്നാൽ ഒരു മാതാപിതാക്കന്മാർക്ക് ഒരു കുഞ്ഞ് പിറക്കുമ്പോൾ ആ മാതാപിതാക്കന്മാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കുമാണ് സന്തോഷമുണ്ടാകുന്നത്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ജനനം എല്ലാ ജനങ്ങൾക്കും വലിയ മഹാസന്തോഷത്തിന് കാരണമായി തീർന്നു. അതിന് ജാതിയെന്നോ മതമെന്നോ വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും വേണ്ടി അവൻ ഈ ഭൂമിയിൽ ജന്മമെടുക്കുകയായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ ജനനം, അവൻ്റെ ജീവിതം, അവൻ്റെ ശുശ്രൂഷ, അവൻ്റെ സാന്നിധ്യം എല്ലാവർക്കും ആശ്വാസവും സമാധാനവും പകരുന്നതായിരുന്നു. അവൻ്റെ ശുശ്രൂഷ പ്രതീക്ഷ അറ്റുപോയ മേഖലയിൽ പ്രതീക്ഷയുടെ കിരണം പുറപ്പെടുവിക്കുന്നത് ആയിരുന്നു. ഇന്ന് പ്രതീക്ഷയില്ലാതെ ആരെങ്കിലും ഞങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നെങ്കിൽ, സഹോദരി സഹോദരന്മാർ, നിനക്ക് വേണ്ടി അവൻ ജനിച്ചു. നിനക്ക് വേണ്ടിയിട്ട് ഒരു പുതിയ പ്രതീക്ഷയുടെ അനുഭവത്തെ എൻ്റെ സ്വർഗസ്ഥനായ ദൈവം നൽകിത്തരാൻ അവിടുന്ന് മതിയായ ദൈവമാണ്. എല്ലാ പ്രതീക്ഷയും അറ്റുപോയ വ്യക്തി ജീവിതമാണോ നിങ്ങൾ? പേടിക്കേണ്ട, ഒരു വലിയ ഹോപ്പിന് വകയുണ്ട്. അവൻ നിനക്കായിട്ട്, നിന്റെ സമാധാനത്തിനായിട്ട്, നിന്റെ നാം പടഞ്ഞു പോയ ജീവിതത്തെ വീണ്ടും ജീവിപ്പിക്കാനായിട്ട്, നിന്നെ വീണ്ടും പച്ച പിടിപ്പിക്കാനായിട്ട് അവൻ ജനിച്ചിരിക്കുകയാണ്. യെസ്, അവൻ്റെ പേരത്രേ ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ. വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ ആ വാക്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അതെ, ഈ ഇമ്മാനുവേൽ എല്ലാ അവസരങ്ങളിലും എല്ലാ സന്ദർഭങ്ങളിലും നിന്റെ കൂടെയുണ്ട്. അവൻ്റെ സാന്നിധ്യം നിനക്ക് ധൈര്യം പകരുന്നതാണ്. അവൻ്റെ സാന്നിധ്യം നിന്നെ ജീവിപ്പിക്കുന്നതാണ്. അവൻ്റെ സാന്നിധ്യം നിന്റെ അവസ്ഥകളെ മാറ്റുന്നതാണ്. അവൻ്റെ സാന്നിധ്യം നിന്റെ ഭാവിയെ ശോഭനമാക്കി തീർക്കുന്നതാണ്. എല്ലാവർക്കും സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ക്രിസ്മസ് ആശംസകൾ. മേ ഗോഡ് ബ്ലെസ് യു. ആമേൻ.